അങ്ങനെ ഹസ്ബൻഡിന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പോണ്ടിച്ചേരി. ഇനി കാണാൻ പോകുന്നതാണ് കേരളം. ആ ടാറിങ് തുടങ്ങി അങ്ങോട്ടേക്ക് പോണ്ടിച്ചേരി. അപ്പോൾ ഇതാണ് ഞങ്ങൾ സൽക്കാരത്തിന് പോകാൻ പോകുന്ന ബസ്. പോണ്ടിച്ചേരി പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒറ്റയൊരു കാൽവെപ്പോടുകൂടി ഞാൻ പോണ്ടിച്ചേരി എത്തി. ബസ് കയറി ചാടി ബാക്ക് സീറ്റ് പിടിച്ചു. പിന്നെ ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡ് അടിച്ചതിന്റെ ആ ഒരു ക്ഷീണത്തിൽ ഒന്നും നടന്നില്ല. ബസ് ഇറങ്ങി കല്യാണ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോണ്ട് അടുത്തൊരു കാഴ്ച. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ട് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അതിന്റെ ആഘോഷ പ്രകടനമാണ്. അങ്ങനെ ഞങ്ങൾ അഞ്ജുവിന്റെ വീട്ടിലെത്തി. അഞ്ജു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് ലെഗ് പീസ് ആയിരുന്നു കിട്ടിയത്. ലെഗ് പീസ് കിട്ടി എപ്പോഴും എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖം എൻ്റെ ഹസ്ബൻഡിൻ്റെതാണ്. കാരണം അവനൊരു ലെഗ് പീസ് ലവറാണ്. തിരിച്ച് കല്യാണ വീട്ടിലെത്തിയപ്പോൾ നേരത്തെ കണ്ട സ്റ്റേജൊക്കെ പൊളിച്ചു മാറ്റി പുതിയ സ്റ്റേജ് ഇടും. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്താ വേറൊരു സ്റ്റേജ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അനിയത്തിന്റെ ഏട്ടന്റെ കല്യാണം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നടക്കുന്നത്. അഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞു. പിറ്റേത്തെ ദിവസം ഏട്ടനായ അക്ഷയന്റെ കല്യാണമാണ്. അതിനുള്ള സ്റ്റേജാണ് ഈ ഇട്ടിരിക്കുന്നത്. അകത്ത് നോക്കിയപ്പോൾ ഒരാളിത് നാളത്തെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നു. മറ്റേ രണ്ടാൾക്കാർ ഇതാ നാളത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസിലാണ്. കണ്ണാടിയിൽ നോക്കിയാൽ ഇതേ എന്നെ കാണാം. ഡാൻസിന്റെ പാട്ട് കേട്ടിട്ട് ഷൈനി മാമിത അതിനൊത്ത് ഡാൻസ് ചെയ്യാണ്. അവരുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കുറച്ചു നേരം കണ്ടിട്ട് പിന്നെ ഞാൻ എഡിറ്റിംഗിലേക്ക് കടന്നു. കല്യാണമാണെന്ന് വെച്ച് നമുക്ക് നമ്മളെ ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എഡിറ്റിംഗ് ഏകദേശം കഴിയുമ്പോഴത്തേക്ക് സ്റ്റേജ് ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ചു പോട്ടെ. അപ്പം ഇനി നാളെ അടുത്ത കല്യാണമായിട്ട് കാണാം.